നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. RCB സുപ്രധാനമായിട്ടുള്ളൊരു അനൗൺസ്മെൻറ്റ് നടത്തിയിരിക്കുന്നു. അവരുടെ 2025 സീസണിലേക്കുള്ള പ്രധാനപ്പെട്ട അനൗൺസ്മെൻറ്റാണിത്. മെൻഡറായിട്ടും ബാറ്റിംഗ് കോച്ചായിട്ടും ദിനേഷ് കാർത്തികിനെ അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്നു. DK ഇക്കഴിഞ്ഞ സീസണിലടക്കം RCBക്ക് വേണ്ടി മികച്ച പ്രകടനം നടത്തിയ ആളാണ്. പക്ഷെ അദ്ദേഹം IPL നിന്ന് വിരമിച്ചിരിക്കുന്നു. അടുത്ത സീസൺ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം മെഗാ ഓപ്ഷനൊക്കെ വരുന്ന ഒരു സീസണാണ്. ഈ ഡിസംബറിൽ മെഗാ ഓപ്ഷൻ ഉണ്ടാകും. അതിനുശേഷം തീർച്ചയായിട്ടും വ്യത്യസ്തമായ രൂപത്തിലായിരിക്കും ടീം ഉണ്ടാവുക. പോയ സീസണിൽ അവർ ആദ്യം ഒന്ന് പതറിയെങ്കിലും പിന്നീട് പൊരുതി കയറി പ്ലേ ഓഫ് വരെ എത്തി. പ്ലേ ഓഫിലാണ് വീണു പോയത് എന്ന കാര്യവും ഓർക്കുക. DK എന്ന ഫൈറ്റർ RCBയിൽ തുടരും. RCBയുടെ ആ ഒരു പ്രഖ്യാപനത്തിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. വെൽക്കം അവർ കീപ്പർ ഇൻ എവറി സെൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ദിനേഷ് കാർത്തിക് ബാക്ക് ഇൻ ടു RCB ഇൻ ഓൾ ന്യൂ അവതാർ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. DK നമ്മുടെ ബാറ്റിംഗ് കോച്ചും മെൻഡറുമായിരിക്കും. DK വിൽ ബി ദി ബാറ്റിംഗ് കോച്ച് ആൻഡ് മെൻഡർ ഓഫ് RCB മെൻസ് ടീം. ഇത് തീർച്ചയായിട്ടും RCB ആരാധകർക്ക് വലിയ സന്തോഷം കൊടുക്കുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ഇതേ രൂപത്തിൽ കാര്യങ്ങൾ ചെയ്തു പോകുന്ന ടീമാണ് CSK ഒക്കെ. അവിടെ നമ്മൾ ഫ്ലമിങ്ങിനെ കാണുന്നു, ഹസിയെ കാണുന്നു. ഇനിയിപ്പോൾ MSD കളി തുടരുമോ ഇല്ലയോ അറിയില്ല. ഇനി കളി തുടരുന്നില്ലെങ്കിൽ അദ്ദേഹം അവിടെ കോച്ചിങ് സ്റ്റാഫിലുണ്ടാവും, അക്കാര്യം ഉറപ്പാണ്. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. ഇപ്പോൾ മുംബൈ ഇന്ത്യൻസിൽ സച്ചിൻ ടെണ്ടുൽക്കർ ആ സ്റ്റാഫിൽ തുടരുന്നത് നമ്മൾ കാണുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ തന്നെ RCB നീങ്ങുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്നിട്ട് അവരൊരു കാര്യം കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറയുന്നുണ്ട്. യു ക്യാൻ ടേക്ക് ദി മാൻ ഔട്ട് ഓഫ് ക്രിക്കറ്റ് ബട്ട് നോട്ട് ക്രിക്കറ്റ് ഔട്ട് ഓഫ് ദി മാൻ എന്ന് പറയുന്നുണ്ട്. ഏതായാലും DK ഇതാ അവരുടെ ടീമിൻ്റെ ബാറ്റിംഗ് കോച്ചും മെൻഡറുമായിട്ട് അപ്പോയിൻ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.